വിവാദമായ ഫോൺ സംഭാഷണം പുറത്തുവന്നതിന് പിന്നാലെ പാലോട് രവി തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു. അദ്ദേഹം സമർപ്പിച്ച രാജി സ്വീകരിച്ചതായി KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അറിയിക്കുകയും ചെയ്തു. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് പ്രഥമ ദൃഷ്ടിയാൽ ബോധ്യപ്പെട്ടതിനാൽ വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജലീലിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായും സണ്ണി ജോസഫ് അറിയിച്ചു. പാലോട് രവിയുമായുള്ള ഫോൺ സംഭാഷണം ജലീലാണ് പുറത്തുവിട്ടത്. തിരുവനന്തപുരം DCC പ്രസിഡന്റായുള്ള താൽക്കാലിക ചുമതല N ശക്തന് നൽകിയിട്ടുണ്ട്. ഫോൺ സംഭാഷണം പുറത്തുവന്നാൽ വിശദീകരണവുമായി തിരുവനന്തപുരം DC പ്രസിഡന്റ് പാലോട് രവി നേരത്തെ രംഗത്ത് വന്നിരുന്നു. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി പോകണമെന്ന സന്ദേശമാണ് താൻ നൽകിയതെന്നും മണ്ഡലങ്ങളിൽ ജാഗ്രത വേണമെന്നുമാണ് പറഞ്ഞതെന്നും പാലോട് രവി മാധ്യമങ്ങളോട് പറഞ്ഞു. അതിന് പിന്നാലെയാണ് അദ്ദേഹം രാജിവെച്ചത്. പാലോട് രവിയുടെ പരാമർശത്തിനെതിരെ VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോകും. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകും. മുസ്ലിം വിഭാഗം മറ്റു പാർട്ടികളിലേക്കും CPM-ലേക്കും പോകും. കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്നും പാലോട് രവി പറയുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത്. പാലോട് രവി എപ്പോഴും വിവാദങ്ങളുടെ ആളായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കാലുവാരൽ ആരോപണം, സ്വന്തം പഞ്ചായത്തിൽ UDF-ന് ഭരണം നഷ്ടമായതിന് പിന്നാലെ രാജി സമർപ്പിക്കൽ, പിന്നീട് ദേശീയഗാനം ആലപിക്കുമ്പോൾ വരുത്തിയ പിഴവ്, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഒടുവിലായി LDF 3ാം വട്ടവും അധികാരത്തിലെത്തുമെന്ന ഫോൺ സംഭാഷണത്തോടെ അദ്ദേഹത്തിന് സ്ഥാനവും നഷ്ടമായിരിക്കുകയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ തന്നെ തോൽപ്പിക്കാൻ പാലോട് രവി ശ്രമിച്ചുവെന്ന ആരോപണവുമായി കോൺഗ്രസ് മുൻ നേതാവ് PS പ്രശാന്ത് രംഗത്ത് വന്നിരുന്നു. പാലോട് രവിയെ തിരുവനന്തപുരം DCC പ്രസിഡന്റ് ആക്കിയതിന് പിന്നാലെയായിരുന്നു ഈ ആരോപണം വന്നത്. ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് പ്രശാന്ത് ഒരു കത്തും അയച്ചിരുന്നു. ഇരുവരും തമ്മിലുള്ള പ്രശ്നത്തിന് പിന്നാലെ PS പ്രശാന്ത് കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തേക്ക് പോയിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ LDF സർക്കാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിക്കുകയും ചെയ്തു. സ്വന്തം മണ്ഡലത്തിലെ പഞ്ചായത്തായ പെരിങ്ങമലയിൽ UDF-ന് ഭരണം നഷ്ടപ്പെട്ടതിന് പിന്നാലെ പാലോട് രവി രാജിക്കത്ത് പാർട്ടിക്ക് സമർപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നു അത്. എന്നാൽ അന്ന് പാർട്ടി രാജി തള്ളിക്കളഞ്ഞു. കോൺഗ്രസ് അംഗങ്ങൾ CPM-ൽ ചേർന്നതോടെയായിരുന്നു പഞ്ചായത്ത് ഭരണം പാർട്ടിക്ക് നഷ്ടമായത്. പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ 3 പേരാണ് പാർട്ടി വിട്ട് CPM-ൽ ചേർന്നത്. അതോടെ പെരിങ്ങമല പഞ്ചായത്ത് ഭരണം UDF-ന് നഷ്ടമാകുകയായിരുന്നു. നേരത്തെ ദേശീയഗാനം തെറ്റായി ആലപിച്ചതും പാലോട് രവിയെ വിവാദത്തിൽ ചാടിച്ചിരുന്നു. കഴിഞ്ഞ വർഷം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, സച്ചിൻ പൈലറ്റ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ദേശീയഗാനം ഇദ്ദേഹം തെറ്റായി പാടിയത്. അതിന്റെ വീഡിയോ പിന്നീട് സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായി മാറി. ദേശീയഗാനം തെറ്റിയതിന് പിന്നാലെ T സിദ്ദിഖ് MLA ഇടപെടുകയും നമുക്ക് CD ഇടാമെന്ന് പറഞ്ഞ് പാലോട് രവിയെ മൈക്കിനടുത്ത് നിന്ന് പിടിച്ചു മാറ്റുകയുമായിരുന്നു. 2023 ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ നിയമന സമയത്ത് പാലോട് രവിക്കും പ്രതിപക്ഷ നേതാവിനുമെതിരെ ജില്ലയിൽ പോസ്റ്ററുകളും ഉണ്ടായിരുന്നു. സേവ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിലായിരുന്നു പോസ്റ്റർ. കോൺഗ്രസ് പാർട്ടി പോസ്റ്റ് ഫോർ സെയിൽ, കോൺടാക്ട് പാലോടൻ ആൻഡ് പറവൂരാൻ കമ്പനി. തലസ്ഥാന ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയെ തകർത്ത് തരിപ്പണമാക്കിയ പിരിവ് വീരൻ നാടക നടൻ പാലോടന്റെയും അഹങ്കാരമൂർത്തി പരവൂർ രാജാവിന്റെയും നടപടിയിൽ പ്രതിഷേധിക്കുക. ഇതൊക്കെയായിരുന്നു അന്ന് പോസ്റ്ററിൽ എഴുതിയിരുന്നത്. വാസ്തവത്തിൽ വീണ്ടും LDF അധികാരത്തിലെത്തുമെന്നും കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറുമെന്നുമുള്ള പാലോട് രവിയുടെ ഓഡിയോ സംഭാഷണം കോൺഗ്രസിനുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. പാലോട് രവി ഈ അപ്രിയ സത്യം വെളിപ്പെടുത്തിയത് പാർട്ടി ഭാരവാഹികളുടെയും പ്രവർത്തകരുടെയും ആലസ്യം മാറ്റി കൂടുതൽ ഊർജ്ജത്തോടെ പ്രവർത്തിക്കാനായിരുന്നില്ലേ? പാലോട് രവിയുടെ ഈ അഭിപ്രായം കേട്ട് അങ്ങേത്തലക്കലുള്ള ജലീലും രവിയെ പിന്താങ്ങുന്നുണ്ട്. പൊതുവേദിയിൽ പാലോട് രവി ഇക്കാര്യം പ്രസംഗിച്ചിട്ടില്ല. കൂടെയുള്ള വിശ്വസ്തനായ ഒരു നേതാവിനോടാണ് അദ്ദേഹം ഇത് പറയുന്നത്. സത്യത്തിൽ ആ ഫോൺ സംഭാഷണം പുറത്തുവിട്ട ജലീലിനെ മാത്രമാണ് പുറത്താക്കേണ്ടത്. കോൺഗ്രസ് തലപ്പത്തിരുന്നു കൊണ്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കോൺഗ്രസിനെ പാടെ ഇല്ലാതാക്കുന്ന അവസ്ഥയാണുള്ളത്. പാലോട് രവി പറഞ്ഞ കാര്യങ്ങൾ ഗൗരവത്തിലെടുത്ത് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു പാർട്ടി ശ്രദ്ധ കൊടുക്കേണ്ടത്.